Rights issue. Shares offered to the existing shareholders of a company are called rights issue. The right of shareholders to receive right shares is called preemptive right. ഒരു കമ്പനി ഷെയർസ് ഇഷ്യൂ ചെയ്യുമ്പോൾ അത് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആദ്യം നൽകുന്നതിനെ റൈറ്റ്സ് ഇഷ്യൂ എന്ന് പറയുന്നു. ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഈ റൈറ്റിനെ പ്രീഎംപ്റ്റീവ് റൈറ്റ് എന്നാണ് പറയുന്നത്. ഷെയർസിൻ്റെ തുല്യമായ വിതരണവും വോട്ടിംഗ് റൈറ്റിൻ്റെ പ്രപ്പോർഷനെ ബാധിക്കാതെയുള്ള ഫ്രഷ് ഇഷ്യൂ നടത്തലുമാണ് റൈറ്റ്സ് ഇഷ്യൂ കൊണ്ട് സാധ്യമാകുന്നത്. ദ ഷെയർസ് ആർ ഓഫേർഡ് ഇൻ എ പർട്ടിക്കുലർ പ്രപ്പോർഷൻ ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഓണർഷിപ്പ്. The rights issue is made to the shareholders existing on the register of members as on a particular date called record date. റൈറ്റ്സ് ഇഷ്യൂ നടത്തുമ്പോൾ ഷെയർസ് നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് അവരുടെ കയ്യിലുള്ള ഷെയർസിൻ്റെ പ്രപ്പോർഷനിലാണ് നൽകുന്നത്. ഇങ്ങനെ റൈറ്റ്സ് ഇഷ്യൂ നടത്തുന്നത് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഒരു പർട്ടിക്കുലർ ഡേറ്റിനാണ്. ഈ ഡേറ്റിനെ റെക്കോർഡ് ഡേറ്റ് എന്നാണ് പറയുന്നത്. പ്രപ്പോർഷൻ തീരുമാനിക്കുന്നത് ആവശ്യമായ ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ ഷെയർസ് മാർക്കറ്റിലൂടെ ഷെയർ ഹോൾഡേഴ്സിന് വിൽപ്പന നടത്താവുന്നതാണ്. ഒരു നല്ല കമ്പനികൾ അവരുടെ ഫണ്ട്സ് റേസ് ചെയ്യാൻ ഈ മെത്തേഡാണ് സ്വീകരിക്കാറുള്ളത്. ദ പ്രോസ്പെക്ടസ് പ്രിപ്പയർഡ് ബൈ ദ കമ്പനി ഫോർ റൈറ്റ്സ് ഇഷ്യൂ ഈസ് കോൾഡ് ലെറ്റർ ഓഫ് ഓഫർ. The issue price of rights shares can be decided by the company. Rights shares are usually offered at a lower rate than the prevailing market price. റൈറ്റ്സ് ഇഷ്യൂവിന് കമ്പനികൾ പ്രിപ്പയർ ചെയ്യുന്ന പ്രോസ്പെക്ടസിനെ ലെറ്റർ ഓഫ് ഓഫർ എന്നാണ് വിളിക്കുന്നത്. റൈറ്റ്സ് ഇഷ്യൂവിൻ്റെ ഇഷ്യൂ പ്രൈസ് കമ്പനികൾക്ക് തീരുമാനിക്കാവുന്നതാണ്. സാധാരണയായി മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും റൈറ്റ്സ് ഷെയർസിൻ്റെ വില. ഓഫ് റൈറ്റ്സ് ഇഷ്യൂ. Rights issue is advantageous to the company as the cost of issue is minimum. Underwriting, advertising and brokerage expenses could be avoided in this case. The control of the company is undistributed as the shareholders get shares according to the proportion of existing number of shares held. Advantages of rights issue. റൈറ്റ്സ് ഇഷ്യൂ കമ്പനികൾക്ക് ഇഷ്യൂ കോസ്റ്റ് കുറയ്ക്കുന്നതിന് സഹായകമാണ്. അണ്ടർ റൈറ്റിംഗ്, അഡ്വർടൈസിംഗ്, ബ്രോക്കറേജ് എക്സ്പെൻസ് എന്നിവ ഈ മെത്തേഡിലൂടെ ഒഴിവാക്കാവുന്നതാണ്. നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഷെയർസിൻ്റെ പ്രപ്പോർഷനിലാണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്നത് എന്നതിനാൽ കമ്പനിയുടെ കൺട്രോൾ പല വ്യക്തികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. ബോണസ് ഇഷ്യൂ. ബോണസ് ഇഷ്യൂ ഈസ് ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ദ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഔട്ട് ഓഫ് ദ ഫ്രീ റിസർവ്സ് ഓഫ് ദ കമ്പനി. The existing shareholders get this as a bonus without payment of any money based upon the number of shares he owns. ഒരു കമ്പനിയിലെ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിനെ ഫ്രീ റിസർവിൽ നിന്നും ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതിനെ ബോണസ് ഇഷ്യൂ എന്ന് പറയുന്നു. ബോണസ് ആയി ഇഷ്യൂ നടത്തപ്പെടുമ്പോൾ നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ബോണസ് ഷെയർസ് വില നൽകാതെ തന്നെ കമ്പനി നൽകുന്നു. ഇത് അവരുടെ കൈവശമുള്ള ഷെയർസിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതുവഴി ഫ്രീ റിസർവിൻ്റെ ക്യാപിറ്റലൈസ് ചെയ്ത് ഇക്വിറ്റി ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്നു. ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസിനെ ബോണസ് ഷെയർസ് എന്ന് വിളിക്കുന്നു. ബോണസ് ഇഷ്യൂ ഷുഡ് ബി മെയ്ഡ് ഔട്ട് ഓഫ് ഫ്രീ റിസർവ് ബിൽറ്റ് ഔട്ട് ഓഫ് ജെനുവിൻ പ്രോഫിറ്റ് സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി. റിസർവ് ക്രിയേറ്റഡ് ബൈ റീവാലുവേഷൻ ഓഫ് ഫിക്സഡ് അസറ്റ്സ് ആർ നോട്ട് ടു ബി യൂസ്ഡ്. ബോണസ് ഇഷ്യൂ നൽകുന്നത് ഫ്രീ റിസർവിൽ നിന്നാണ്. ഈ ഫ്രീ റിസർവ് എന്നത് ഏതെങ്കിലും ജെന്യുവിനായിട്ടുള്ള പ്രോഫിറ്റ്, സെക്യൂരിറ്റീസ് പ്രീമിയം കളക്റ്റഡ് ഇൻ ക്യാഷ് ഓൺലി എന്നിങ്ങനെയുള്ള റിസർവ് ആയിരിക്കണം. അല്ലാതെ വേറെ ഏതെങ്കിലും സ്പെസിഫിക് പർപ്പസിന് വേണ്ടിയുള്ള റിസർവ് ആയിരിക്കരുത്. ഒരു കമ്പനിക്ക് ഡിവിഡൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ ബോണസ് ഇഷ്യൂ നടത്താൻ സാധിക്കുകയുള്ളൂ. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ അപ്രൂവൽ നേടി 15 ദിവസത്തിനകം ബോണസ് ഇഷ്യൂ നടപ്പാക്കേണ്ടതാണ്. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻസ് (ESOP). An employee stock option plan means a plan under which the company offers an option to their employees to own the shares of the company they are working. എംപ്ലോയി സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്നത് ഒരു കമ്പനി അവരുടെ എംപ്ലോയീസിന് ഷെയർസ് നൽകുന്നതിനുള്ള ഒരു ഓഫറാണ്. എംപ്ലോയീസിന് ഷെയർസ് സ്വീകരിക്കാൻ പല മെത്തേഡുകളുണ്ട്. ബോണസായും നേരിട്ട് ഷെയർസ് വാങ്ങിയും ESOP വഴിയും. ESOPയുടെ പ്രധാന ഉദ്ദേശം എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
Employee stock option is an option given to the whole-time directors, officer, or employees of a company to purchase the securities offered by the company at a predetermined price at a future date. എംപ്ലോയീസ് സ്റ്റോക്ക് ഓപ്ഷൻ എന്നത് കമ്പനിയിലെ ഹോൾ ടൈം ഡയറക്ടേഴ്സ്, ഓഫീസേഴ്സ്, എംപ്ലോയീസ് എന്നിവർക്ക് കമ്പനിയുടെ സെക്യൂരിറ്റീസ് ഓഫർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ്. ഇതൊരു പ്രീ ഡിറ്റർമിൻഡ് പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർസ് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. ഇത് എംപ്ലോയീസിന് കൈമാറാൻ സാധിക്കാത്ത ഒരു ഓപ്ഷനുമാണ്. ഈ ഓപ്ഷൻ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് ഷെയർ ഹോൾഡേഴ്സിന് നടപ്പിലാക്കുന്നത്. ഈ ഓപ്ഷന് വേണ്ടി എംപ്ലോയീസ് നൽകുന്ന പ്രൈസിനെ എക്സർസൈസ് പ്രൈസ് എന്ന് പറയുന്നു. Types of ESOP. There are 3 types of ESOP. First one, Employee Stock Option Scheme, ESOS. Second one, Employee Stock Purchase Scheme, ESPP. Third one, Shares Appreciation Rights, SARS. Employee Stock Option Scheme, ESOS. It is a scheme in which the company grants an option to its employee to acquire shares at a predetermined price at a future date. ESOS എന്ന സ്കീം കമ്പനി എംപ്ലോയീസിന് ഒരു ഓപ്ഷൻ നൽകുന്നു. അത് പ്രീ ഡിറ്റർമിൻഡ് പ്രൈസ്, മുൻകൂട്ടി തീരുമാനിച്ച ഒരു പ്രൈസിൽ ഫ്യൂച്ചർ ഡേറ്റിൽ ഷെയർസ് വാങ്ങാനുള്ള ഒരു ഓപ്ഷനാണ്. ഈ പ്രൈസിനെ എക്സർസൈസ് പ്രൈസ് എന്നാണ് പറയുന്നത്. ഈ പ്രൈസ് സാധാരണ മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസ് ആയിരിക്കും. എംപ്ലോയി സ്റ്റോക്ക് പർച്ചേസ് സ്കീം, ESPP. It is a plan in which the company gives right to its employees to acquire shares directly from the company as a part of public issue. ESPP എന്ന പ്ലാനിൽ കമ്പനി പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ അതിലൂടെ തന്നെ എംപ്ലോയീസിന് ഷെയർസ് അക്വയർ ചെയ്യാനുള്ള ഒരു പ്ലാനാണ്. ഇവിടെ കമ്പനി എംപ്ലോയീസിന് ഒരു റൈറ്റ് കൊടുക്കുകയാണ്. ഷെയർസ് ഇമ്മീഡിയറ്റ് ആയിട്ട് വാങ്ങാനുള്ള റൈറ്റ്സ് ആണ്, ഫ്യൂച്ചർ ഡേറ്റിലല്ല. ഇതിലും പ്രൈസ് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ പ്രൈസ് ആയിരിക്കും. ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്സ്, SARS. Under this scheme, no shares are issued. Employees get the appreciation in the share price from the date of grant to the date of exercise as an incentive for performance. SARS are also called phantom shares. ഷെയർ അപ്രീസിയേഷൻ റൈറ്റ്. ഈ സ്കീം അനുസരിച്ച് എംപ്ലോയീസിന് ഷെയർസ് അല്ല ഇഷ്യൂ ചെയ്യുന്നത്, ഷെയർ പ്രൈസിലുണ്ടാകുന്ന ഇൻക്രീസ്, ഗ്രാൻഡ് ഡേറ്റ് മുതൽ എക്സർസൈസ് ഡേറ്റ് വരെയുള്ള ഷെയർ പ്രൈസിനുണ്ടാകുന്ന ഇൻക്രീസാണ് അവരുടെ പെർഫോമൻസിൻ്റെ ഇൻസെൻറ്റീവ്സ് ആയിട്ട് എംപ്ലോയീസിന് നൽകുന്നത്. ഈ മെത്തേഡിനെ ഷെയർസിനെ ഫാൻറ്റം ഷെയർസ് എന്നുകൂടി പറയുന്നു.